കാഞ്ഞിരപ്പള്ളിയുടെ പ്രിയപ്പെട്ട AO PH ശൈലജ ടീച്ചർ, ആശംസകൾ നേരുന്ന സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആദരണീയായ ദീപ യു നായർ അവர்கள், പ്രിയപ്പെട്ട നജ്മി ടീച്ചർ, അതേപോലെ തന്നെ നമ്മളുമായി സംസാരിക്കുവാനും ആശംസകൾ നേരുവാനും എത്തിച്ചേർന്നിട്ടുള്ള കാഞ്ഞിരപ്പള്ളിയുടെ PPC പ്രിയപ്പെട്ട റീഡി ടീച്ചർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, 2010 ഡിസംബർ 18 മുതൽ യുനെസ്കോയുടെ നേതൃത്വത്തിൽ ലോക അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരികയാണ്. യുനെസ്കോ അംഗീകരിച്ച 6 ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ. കുറഞ്ഞ വാക്കുകളും ആശയങ്ങളും അറബി ഭാഷ. പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഈ ഭാഷ അപ്പോഴൊക്കെ ലോകരാജ്യങ്ങളിൽ നിന്ന് വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും ശ്രദ്ധേയമായ വൈജ്ഞാനികമായ ചിന്തകളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വളരെ കൃത്യമായിട്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ ഒരു പക്ഷേ വിവിധ ഭാഷകളിൽ നിന്നുള്ള, അന്യഭാഷകളിൽ നിന്നുള്ള ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് വളരെ ആസ്വാദ്യകരവും ചിന്തോദ്ദീപകവുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഘടന തന്നെ അത്ഭുതകരമായ ഒരു രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഖുർആനിൻ്റെ ഭാഷയാണ് അറബി ഭാഷ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാരായണം ചെയ്യപ്പെടുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ, അതിൻ്റെ ഭാഷയും അതിൻ്റെ ചിന്തകളും ഓരോ പ്രഭാതവും പൊട്ടിവിടരുമ്പോൾ അധരങ്ങളിൽ നിന്ന് ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയായി അറബി ഭാഷ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുനെസ്കോ 2010 മുതൽ അറബി ഭാഷാ ദിനം ആയി ഡിസംബർ 18 ആചരിച്ചു വരുന്നത്. നാളെയാണ് ശരിക്കും ഡിസംബർ 18. എന്തുകൊണ്ട്? നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ തലേ ദിവസം ഇന്ന് ഇങ്ങനൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിവിപുലമായ ഒരു സെമിനാറും മറ്റ് സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള പ്രോഗ്രാമുകളുമാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ നാളെ അവധിയായതിനാൽ അല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാം പരീക്ഷ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നു. ക്വിസ് മത്സരങ്ങൾ നടക്കാറുണ്ട്, പ്രബന്ധ രചനകൾ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം നടക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഓൺലൈനായിട്ട് ഈ പരിപാടി നടത്തി. ഏതാണ്ട് 110 സ്കൂളിൽ മാത്രമായിരിക്കും കഴിഞ്ഞ അധ്യയന വർഷം കോവിഡ് കാലത്ത് ഈ അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. അഭിമാനകരമായ ഒരു മുന്നേറ്റമാണ് ഈ വിഷയത്തിൽ നമ്മുടെ സ്കൂൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഇവിടെ അതിഥികൾ ഏറെ തിരക്കില്ല, അതുകൊണ്ട് ദീർഘമായി വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സ്കൂൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചും അറിഞ്ഞും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് നമ്മുടെ കുരുന്നുകളെ കൈപിടിച്ചുയർത്താൻ അധ്യാപകരായ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നാളെയുടെ വാഗ്ദാനങ്ങളായി ഈ കുരുന്നുകൾ മാറും എന്ന കാര്യത്തിൽ സന്ദേഹം വേണ്ട. ആനന്ദിന്റെ ആൾക്കൂട്ടവും അതേപോലെ തന്നെ ഒട്ടനവധി സാഹിത്യകാരന്മാരുടെ പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നാം മുന്നോട്ട് പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ അറിവിന്റെ പുതിയ ചക്രവാള സീമകൾ തേടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അവർക്ക് ഭാവിയുടെ വാഗ്ദാനങ്ങളാകാൻ കഴിയൂ. തീർച്ചയായിട്ടും ആ അർത്ഥത്തിലാണ് ഇവിടെ അറബിക് മാഗസിൻ പുറത്തിറക്കുന്നത്. അവരുടെ രചനകൾ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും അവർക്ക്
നമുക്ക് നാളെയുടെ എഴുത്തിന്റെ മേഖലകളിൽ അറബി ഭാഷയുടെ മേഖലകളിലേക്ക് ചാടിക്കടക്കാൻ അല്ലെങ്കിൽ പുതിയ പടവുകൾ താണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ PTA അധ്യക്ഷൻ നാദിർ ഷാ അവர்களാണ്. പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട നാദിർ ഷയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ സ്നേഹസംഗമം ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാവരും ഈ സ്നേഹസംഗമം, ഈ ധന്യ സംഗമം ഉദ്ഘാടനം ചെയ്യുവാനും മാഗസിൻ പ്രകാശനം ചെയ്യുവാനും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട AEO PH ശൈലജ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള നടത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള പുതിയ BPC ഇങ്ങനെ വിളിച്ചപ്പോൾ തിരക്ക് പറഞ്ഞു, വരണമെന്ന് പറഞ്ഞപ്പോൾ വരാമെന്ന് ഏറ്റു. അത് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള താല്പര്യവും അവരോടുള്ള ഉത്തരവാദിത്വവുമാണ്. ആ നിർവഹണത്തിൽ അനുസ്യൂതം മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട VP ടീച്ചറെ ആദരപൂർവ്വം ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ HM ദീപ നായർ ഏത് കാര്യം പറഞ്ഞാൽ നോ പറയില്ല, ആ അർത്ഥത്തിൽ എല്ലാ പിന്തുണയും നൽകുന്ന പ്രിയപ്പെട്ട HM ദീപ നായരെ സ്നേഹപൂർവ്വം ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ അറബിക് ടീച്ചർ പ്രിയപ്പെട്ട ലക്ഷ്മി, അതേപോലെ തന്നെ പ്രിയപ്പെട്ട SRG കൺവീനർ അമ്പിളി ടീച്ചർ, പ്രിയപ്പെട്ട നസീം ടീച്ചർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹനിധികളായ എഡിൻസർ അടക്കമുള്ള അധ്യാപക ശ്രേഷ്ഠന്മാരെ മുഴുവൻ വിദ്യാർത്ഥിനികളെയും ആദരപൂർവ്വം ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എളിയ വാക്ക് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. അറബി ഭാഷയുടെ അനന്യസാധാരണമായ സവിശേഷതകളിലേക്കും അത് അന്തർവഹിക്കുന്ന വൈജ്ഞാനിക സാംസ്കാരിക പൈതൃകങ്ങളിലേക്കും ലോക ശ്രദ്ധയെ തിരിക്കാൻ ഒരു ഡിസംബർ 18 സമാഗതമായിരുന്നു. ലോകത്ത് 422 മില്യൺ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ, 24 രാഷ്ട്രങ്ങളുടെ മാതൃഭാഷ അറബി ദിനമായി ആചരിച്ചു വരുന്നു. സ്വാഗതം ആശംസിച്ച നാസർ സാർ വളരെ ഇഷ്ടമായി ഈ അറബി ഭാഷയെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ ഭാഷ ഈ അറബ് ദിനത്തിൽ ഈ മാഗസിൻ അൽ മിസ്ബ പ്രകാശിക്കുന്ന വിളക്ക് എന്നർത്ഥമുള്ള ഈ മാഗസിൻ സഹൃദയരുടെ മുൻപിലേക്ക് എത്തിക്കുവാൻ എന്നെ ക്ഷണിച്ച സംഘാടകരോട് ഞാൻ നന്ദി അറിയിക്കുകയും ചെയ്യും. ഇതിലേക്ക് തങ്ങളുടെ സൃഷ്ടികൾ നടത്തി
PTA പ്രസിഡന്റ് നാഗേശ്വര സർ, സ്വാഗതം ആശംസിച്ച നാസർ സർ, നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഒപ്പം മാഗസിൻ പ്രകാശനം ചെയ്യുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട AEO ശൈലജ ടീച്ചർ. അറിയുന്നത് എന്നതാണ് അറബി എന്ന വാക്കിന്റെ അർത്ഥം. ഈ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് അറബി ഭാഷയിലുള്ള പ്രാവീണ്യം അല്ലെങ്കിൽ നിത്യേന അറബി വായിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ 2 അർദ്ധഗോളങ്ങളെയും ലൈവാക്കി നിലനിർത്തുകയും അതുവഴി നമ്മുടെ തലച്ചോറിന്റെ ഒരു ശേഷിയിലെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം അറബി ഭാഷയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്, അവരുടെ അറബി ഭാഷാ ശേഷി എന്തുമാത്രം അഭിവൃദ്ധിയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നതിനുള്ളതിന് ഒരു വലിയ തെളിവാണ്. 24 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയുമായതുകൊണ്ട് തന്നെയാണ് UN ആകെ 6 ഭാഷകളാണ് UN ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ഭാഷകളുള്ള ഈ ഭൂമിയിൽ അതിൽ ആയിരക്കണക്കിന് ഇവിടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷൈലജ ടീച്ചർ, നമ്മുടെ യോഗാധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ നാദിർ ഷാ, ആശംസകൾ അർപ്പിച്ച നമ്മുടെ ബഹുമാനിയായ DPC റീബി ടീച്ചർ, സ്വാഗതം ആശംസിച്ച എൻ്റെ സ്കൂളിലെ അധ്യാപകനായ നൗസർ സാർ, സഹ അധ്യാപകരെ, ഏറ്റവും സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ സ്കൂളിലെ അറബി ഭാഷാ ദിനാചരണവുമായി ബന്ധപ്പെട്ട ആദ്യം നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ തയ്യാറാക്കിയ അൽ മിസ്ബാഹ് എന്ന ഈ മാഗസിൻ പ്രകാശനം. ഇതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും, പ്രത്യേകിച്ച് അറബി അധ്യാപകരെയും, നിങ്ങൾ അതിനകത്ത് സജീവമായി പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും, ഉദ്ഘാടനം നിർവഹിച്ച സ്നേഹാദരണീയായ AEO ശൈലജ ടീച്ചർ, അതുപോലെ അധ്യക്ഷത വഹിച്ച PTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട HM, സ്വാഗതം ആശംസിച്ച നാസർ സാർ, തയ്യാറാക്കിയ അൽ മിസ്ബാഹ് എന്ന കയ്യെഴുത്ത് മാസികയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നത്. ഇതിനോടനുബന്ധിച്ച് കുറേ പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ഏതായാലും നമ്മുടെ മാഗസിൻ മാത്രമാണ് തയ്യാറായത്. അതുകൊണ്ടാണ് പരിപാടി ഇപ്പോൾ ഇന്ന് നടത്തിയത്. ശേഷം സമയം കിട്ടുമ്പോൾ നമുക്ക് മറ്റു പരിപാടിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമുക്കൊത്തിരി സമയക്കുറവുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രാചീനമായ ഒരു സെമിറ്റിക് ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയോടൊപ്പം തന്നെ 24ലധികം രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ കൂടിയാണ് അറബി. 400 മില്യണിലധികം ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് അറബി ഭാഷ എന്നിവർ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളിൽ 3ാമത്തെ ഭാഷയാണ് അറബി ഭാഷ. അവിടെ ഏത് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമ്പോഴും അതിലൊരു ഭാഷ അറബിയിലും അവിടെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നിലയിൽ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, അതൊന്നും ആവർത്തിക്കുന്നില്ല. സമയക്കുറവ് നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നൂറുൽ ഹുദ അറബി സ്കൂൾ. അപ്പം നമ്മുടെ സ്കൂള് ഈ അറബി ഭാഷയ്ക്ക് എത്ര പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ നിലനിൽപ്പ് തന്നെ അറബി ഭാഷയോട് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം 3 അധ്യാപകരാണ് നമുക്ക് അറബിക്കുള്ളത്, നിജിമ ടീച്ചറും നസീം ടീച്ചറും നാസർ സാറും. അപ്പം അവർ ഒരു കയ്യെഴുത്ത് മാസിക കുട്ടികളെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുകയാണ്, ലോക അറബി ഭാഷ ദിനത്തോടനുബന്ധിച്ച്. അപ്പം ഈ മാസികയ്ക്ക് സ്കൂൾ SRG ഗ്രൂപ്പിൻ്റെ പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഫാത്തിമ പ്രിയപ്പെട്ട റീബി ടീച്ചർ നൽകും. ഷെറിൻ ഫാത്തിമ. അടുത്തത് സുമയ്യ സഫറിന്റെ
എച്ച്.എം. ദീപ യു നായർ നൽകും. അടുത്ത ഗ്രൂപ്പ് സോങ് ആണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ലളിതമായ പരിപാടി അവസാനിക്കുകയാണ്. ഐഷ പാർട്ടി. Now,